ദുരിതാശ്വാസ നിധി, വയനാട്ടിലെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ തെറ്റുകൾക്കെതിരെയും അതിശക്തമായി പ്രതികരിച്ച ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും അല്ലെങ്കിൽ യുവമോർച്ചയുടെ ഒരു നേതാവ് പോലും പിണറായി വിജയനെ തെമ്മാടിയെന്ന് ഒരു പദം ഉപയോഗിച്ച് സംസാരിച്ച് കാണത്തില്ല. ഞാൻ പരസ്യമായിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞ അത് റെജി ലൂക്കോസ് ആണ് അത് ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, തെമ്മാടിത്തരം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മറ്റെന്ത് പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. ഒരു കരയോഗം പ്രസിഡന്റ് ആവുമ്പോ ഇങ്ങനെ പലതും സഹിക്കേണ്ടി വരും. ഇതൊക്കെ നിസ്സാരം. ഈ സോക്രട്ടീസിനെ പറ്റി എന്തൊക്കെ കഥകളാണ് പറഞ്ഞിട്ടുള്ളത്, ഈ ടോൾസ്റ്റോയെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്, മഹാത്മാരെ പറ്റി അങ്ങനെ പലതും പറയും. ഇന്നും വയനാട്ടിൽ ടൗൺഷിപ്പ് പൂർത്തിയാക്കിയിട്ടില്ല. അതാരും ചോദിക്കുന്നില്ല. 760 കോടി രൂപ പിരിച്ച് കൈവച്ചേക്കാണ്. വർഷം 2 കഴിഞ്ഞു. ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അപ്പൊ ഇത് ഈ ജനകീയ വിഷയങ്ങൾ, പ്രളയത്തിന് 5000 കോടി രൂപ പിരിച്ചു. എന്തെല്ലാം ജനകീയ വിഷയങ്ങളുണ്ട്. ഈ 5000 കോടി എന്ത് ചെയ്തു? ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനിയുടെ മൂർച്ച. എന്തിനാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്? 760 കോടിയിൽ 150 കോടി മുടക്കിയാൽ മതി. അത് ബാക്കി പൈസ എടുത്ത് കട്ടോട്ടെ. ഇതെങ്കിലും ചെയ്തുകൂടെ? അയാൾക്ക് മൂക്കേറിയുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇത് കുറെ ആയി. മുളയിലെ നുള്ളുന്നതാണ് നല്ലത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ കൃത്യമായ മാനദണ്ഡങ്ങളും അത് വ്യത്യാസമുണ്ട്. 900 കോടി രൂപ അവിടെ കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളൊന്ന് പോയി നോക്കണം. 190 കോടി രൂപയുടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ നദിയുടെ സൈഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പച്ച കള്ളത്തരമാണെന്നുള്ള കാര്യം അവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ എന്നോട് പറഞ്ഞാണ്. ഞാൻ നേരിട്ട് പോയി കണ്ടാണിതില്ല. ഒരു അധികാര കൈമാറ്റം വേണമെന്നും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? സമ്മതിച്ചിരിക്കുന്നു. രാമനാഥൻ കലക്കി. എക്സലന്റ്. താങ്ക് യു. യു ആർ സ്മാർട്ട്. വെരി വെരി സ്മാർട്ട്. താങ്ക് യു. എന്താ ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഒരു എതിർപ്പില്ല. ഇക്കാര്യത്തിൽ ഞങ്ങളുടെയൊക്കെ ശക്തമായ സപ്പോർട്ട് രാമനാഥൻ ഉണ്ടാവും. അല്ലേ അളിയ? അതെ, എന്തായാലും രാമനാഥൻ ചെയ്ത ഒരു നല്ല കാര്യമാണ്. ഈ 190 കോടി ഇനിയും ഇടിയാൻ സാധ്യതയുള്ള, ഇനിയും പൊളിയാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് കടമെടുത്തുകൊണ്ട് 50 വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി. ഈ 50 വർഷം കഴിഞ്ഞ് പിണറായി വിജയൻ അടയ്ക്കൂ? പറഞ്ഞ നേരാണ്. പുലിവാലാകുമല്ലോ.